നമസ്കാരം. റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കണ്ടന്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക. നമ്മുടെ ഇന്നത്തെ വിഷയം മമ്മൂട്ടി കമ്പനിയാണ്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് മഹാനായ നമ്മുടെ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടിയുടെ സ്വന്തം കമ്പനിയാണ്. അന്നേരം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂട്ടി കമ്പനി എന്ന് എഴുതി കാണിക്കുമ്പോൾ. ഇപ്പം കയ്യടിയുടെ ബഹളമാണ്. കാരണം അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സിനിമകൾ നോക്കുവാണെങ്കിൽ ഗംഭീരമാണ്. സെലക്ഷനിലൊന്നും മമ്മൂട്ടിക്ക് അധികം പാളിച്ചകൾ വരുന്നില്ല. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ പടം എന്ന് പറയുമ്പോൾ തന്നെ ഗംഭീരമാണ്. ഞാൻ ഈ ഒരു വിഷയമല്ല യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ഭയങ്കരമായ കണ്ടന്റ് വൈസ് ഉള്ള സെലക്ഷനെ കുറിച്ച് മാത്രമല്ല, ഈ മമ്മൂട്ടി കമ്പനി കൊണ്ട് നേട്ടം മമ്മൂട്ടിക്കുണ്ട് എന്നുള്ളത് സംശയം വേണ്ട. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സിനിമ അദ്ദേഹത്തിന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അദ്ദേഹത്തിന് ഇഷ്ടം അനുസരിച്ച് അത് വിതരണത്തിന് ചെയ്യാം. അദ്ദേഹം വേണമെന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റി കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. ആർക്കും ചോദ്യം ചെയ്യാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം കമ്പനി. പക്ഷേ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ആരാധകർ അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഇപ്പം ഏറ്റവും ഉദാഹരണം ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ്. കുറേ ഇഷ്യൂസ് അതിനകത്തുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. എന്നാൽ പോലും എല്ലായിടത്തും പോസിറ്റീവ് റെസ്പോൺസ് വന്നൊരു സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയത് 20-21 കോടി രൂപയാണ്. ഇപ്പം മമ്മൂട്ടിയുടെ റെമ്യൂണറേഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റാണെന്നും പറയുന്നതിനോടൊന്നും അങ്ങനല്ല ഒരു സിനിമയെ നമ്മൾ കണക്കാക്കേണ്ടത്. മമ്മൂട്ടിയുടെ റെമ്യൂണറേഷനോടെ കൂട്ടിക്കോ, അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ അദ്ദേഹത്തിൻ്റെ പടമാണ്, അതുകൂടെ കൂട്ടിയാൽ പോലും അത് നല്ല ഗംഭീര സിനിമയെ യഥാർത്ഥത്തിൽ ഇതൊരു പബ്ലിസിറ്റി കൊടുത്തിരുന്നെങ്കിൽ ഈ സിനിമ ഒരു 40 കോടി 50 കോടി രൂപ കളക്ട് ചെയ്യുന്നുള്ള സംശയം വേണ്ട. അത് സിനിമ പ്രവർത്തകർക്കെല്ലാം അറിയാം. ഇത് ഞാൻ പറയും, ഇത് ഉറപ്പായിട്ടും മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഗതികേട് വരുന്നത്. ഇതല്ലാതെ നൻപകൽ നേരത്ത് മയക്കം അതൊരു ഓഫ് ബീറ്റ് സിനിമയാണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് വളരെ ഗംഭീരം, വേറെ ആരും പ്രൊഡ്യൂസ് ചെയ്തില്ല, കൈയടിക്കാം നമുക്കതിനകത്ത്. പിന്നെ റോഷാക്ക് പോലൊരു സിനിമ വേറെ ആരും എടുക്കത്തില്ല. പക്ഷേ വേറെ ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ അതിന് എനിക്കൊന്ന് 37 കോടി രൂപയും കണ്ടാൽ തോന്നുന്നു അതിന് കിട്ടിയ കളക്ഷൻ. അതൊരു പക്ഷേ 50 കോടിയിൽ എത്തിക്കാമായിരുന്നു വേറൊരു പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ. ഈ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നതുകൊണ്ട് ഒരു ദോഷം, ഇദ്ദേഹം നല്ല സിനിമകൾ നിർമ്മിക്കുന്നതുകൊണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നിർമ്മാതാക്കൾക്ക് ഇദ്ദേഹം ആരും നിർമ്മിക്കാത്ത സിനിമകൾ ഇദ്ദേഹം നിർമ്മിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡോ അല്ലെങ്കിൽ ടെർബോ പോലുള്ള സിനിമകൾ വേറെ ഇപ്പോൾ സ്വർഗീത്ര അപ്പച്ചനോ എന്തും വേണ്ടി നിർമ്മാതാക്കൾ, ഇഷ്ടം പോലെ നിർമ്മാതാക്കൾ നമുക്കിവിടെ ഉണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ സിനിമകൾ കിട്ടുന്നില്ല. മോഹൻലാലിൻ്റെ സിനിമകൾ പണ്ടേ അവർക്ക് കിട്ടുന്നില്ല. കാരണം ആശീർവാദ സിനിമാസിൽ നിന്ന് വളരെ കുറച്ച് സിനിമകളെ പുറത്തോട്ട് പോകുന്നുള്ളൂ. മമ്മൂട്ടി പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. ഒരുപാട് നിർമ്മാതാക്കൾക്ക് കൈയഴിഞ്ഞ് സഹായിക്കുന്ന സ്വന്തം പടങ്ങൾ, നല്ല പടങ്ങൾ, ക്വാളിറ്റിയുള്ള പടങ്ങൾ കിട്ടുമ്പം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അതുകൊണ്ട് നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു തടയിടുകയാണ് മമ്മൂട്ടി കമ്പനി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ മമ്മൂട്ടി കമ്പനി കൊണ്ട് പ്രയോജനമില്ല. ഒരു പരസ്യവും പബ്ലിസിറ്റികളും ഒന്നും ചെയ്തില്ല. ഈ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ പടം റോഷാക്ക് നമുക്കറിയാം ഒരു ക്ലാസ് പടമാണ്. പക്ഷേ അതിന് വേണ്ടത്ര കളക്ഷൻ കിട്ടാത്തത് മമ്മൂട്ടി കമ്പനിയുടെ പ്രൊമോഷൻ കൊണ്ട് തന്നെയാണ്. കണ്ണൂർ സ്ക്വാഡ് 82-83 കോടി രൂപ കണ്ട് കളക്ട് ചെയ്ത പടമാണ്. ഇത് ഒരു തർക്കമില്ല പറയാം, മമ്മൂട്ടി കമ്പനി അല്ലാതെ കണ്ണൂർ സ്ക്വാഡ് വേറെ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ, ഈവൻ ആസിഫ് അലിയോ ടോവിനോ പോലുള്ള കൊച്ചു പിള്ളേർ നസ്ലിനെ വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ മിനിമം ഒരു 100 മുതൽ 120 കോടി രൂപ കളക്ഷൻ കിട്ടിയെന്നുള്ള ഉറപ്പാണ്. കാരണം ഒരു സിനിമയ്ക്ക് കളക്ഷൻ വേണോ വേണ്ടായോ എന്ന് പറയുന്നത് ആ കമ്പനിയാണ് തീരുമാനിക്കുന്നത്. മമ്മൂട്ടിക്ക് എനിക്കൊന്നും അധികം മതി, അത്രയും മതി. എനിക്കൊരു പോയാൽ ഒരു ദിവസം കൊണ്ട് പടം പൊട്ടിയാൽ ഒരു ദിവസം കളിച്ചാൽ മതി. അല്ലെങ്കിൽ പക്ഷേ ഈ ഫാൻ ഫൈറ്റുകൾ വരുമ്പം നല്ല സിനിമകൾ കിട്ടിയിട്ട് ഓടിക്കാതിരിക്കുന്നതിനുള്ള വിഷമം. ഇപ്പം 100 കോടി ക്ലബിൽ മമ്മൂട്ടിയില്ല. 100 കോടി ക്ലബിൽ ഉറപ്പായിട്ടും ആർക്കും ഇതിനകത്ത് കമൻറ്റ് ഇടാം, വരേണ്ടൊരു പടമാണ് കണ്ണൂർ സ്ക്വാഡ്. ഉറപ്പായിട്ടും കണ്ണൂർ സ്ക്വാഡിന് നല്ല ഗംഭീര കണ്ടൻറ്റാണ്, പാൻ ഇന്ത്യൻ ലെവലുള്ള കണ്ടൻറ്റായിരുന്നു. പക്ഷേ അതിനെ മഴ സംഭവങ്ങളൊക്കെ പറഞ്ഞാലും മോഹൻലാലിൻ്റെ നേര് എന്ന് പറയുന്ന സിനിമ നമ്മൾ അറിയാം. ആവറേജ് ഇച്ചിരി മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ അതിനേക്കാട്ടില്ലെങ്കിൽ അതിനോടൊപ്പം കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പബ്ലിസിറ്റിയുടെ കഴിവെന്ന് പറയണം. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ മാത്രമല്ല അതിനെ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കാനുള്ള കഴിവ് കൂടെ നമുക്ക് വേണം.
അല്ലെങ്കിൽ ആ കാര്യം നമ്മൾ ചെയ്യും. നമ്മുടെ മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയസിദ്ധി അപാരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള തന്ത്രം അദ്ദേഹത്തിന് അറിയത്തില്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്ന് പഠിച്ച് ഉൾക്കൊണ്ട് ചെയ്യണം. അല്ലെങ്കിൽ ആരാധകരെ നിരാശരാക്കി, ഇപ്പോൾ ആരാധകർ വേണ്ട എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് പറയണം ആരാധകർ ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനീഷ്യൽ കളക്ഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ആരാധകരെ വെച്ചാണ്. അതുപോലെ തന്നെ ടെർബോ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ വേറൊരാളാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ആ സിനിമ ഒരു 100 കോടി കളക്ട് ചെയ്യുമെന്നുള്ളൊരു സംശയം വേണ്ട. കാരണം ഈ കാലത്ത് 100 കോടി എന്ന് വലിയ ബെഞ്ച് മാർക്ക് അല്ലാതായി മാറി. ഇപ്പം ദൃശ്യം വന്നപ്പോഴോ ലൂസിഫർ വന്നപ്പോൾ പോലുള്ള അല്ലെങ്കിൽ പുലിമുരുകൻ വന്നപ്പോഴുള്ള മിക്കവാറുള്ള സിനിമകളെല്ലാം അടിക്കും. മമ്മൂട്ടിയുടെ സിനിമകൾ അടിക്കാത്തതിന് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാർക്കറ്റിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് കമൻസ് ഇടാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ പോലും അത് അറിയിച്ച വിജയം പോലും കൊടുക്കാതിരിക്കുമ്പം ഇനി അങ്ങോട്ടുള്ള സിനിമകളാണ് നമുക്ക് ഭയങ്കര വിഷമമാകുന്നത്. ഒന്ന് ജിതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടറൽ മൂവിയാണ്. നല്ല ഗംഭീര സിനിമയായിരിക്കും. മമ്മൂട്ടി നെഗറ്റീവ് റോൾ ചെയ്യുന്നൊരു കഥാപാത്രം, വിനായകൻ പോലീസ് ഓഫീസർ, ഇവർ രണ്ടുപേരും പോലീസ് ഓഫീസറാകുന്ന പടം. അതുപോലെ തന്നെ നിതീഷ് സഹദേവൻ്റെ സിനിമ ഒരു മാസ് കോമഡി ആക്ഷൻ. ഇതെല്ലാം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുമ്പം യഥാർത്ഥത്തിൽ ബാക്കിയുള്ള പ്രൊഡക്ഷൻ കമ്പനിക്ക് പടവും കിട്ടുന്നില്ല. മമ്മൂട്ടി കമ്പനി വേണ്ട രീതിയിൽ ഇതിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പത്രത്തിൽ പരസ്യം പിന്നെയില്ല, അതിനൊന്നും പൈസ മുടക്കുന്ന പരിപാടിയേ ഇല്ല. സോഷ്യൽ മീഡിയ ഇത്രയും കാര്യമായിട്ട് നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് മാക്സിമം പരസ്യം ചെയ്ത് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യണം. ഡൊമിനിക് എന്ന് പറഞ്ഞ സിനിമ അറിയാവുന്ന, കണ്ടേക്കുന്ന എത്ര പ്രേക്ഷകരുണ്ട്, ഇറങ്ങിയിട്ട് ആ സിനിമ ഉണ്ടെന്നറിയാവുന്ന എത്ര പ്രേക്ഷകരുണ്ട്? വളരെ കുറച്ച് പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ. അതെ, ഇതെല്ലാത്തിൻ്റെയും കാരണം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. ഇതിനു മുമ്പേ മമ്മൂട്ടി കമ്പനി അല്ലാതെ മമ്മൂട്ടിക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായിരുന്നു, പ്ലേ ഹൗസ് ഉണ്ടായിരുന്നു. പലർക്കും അറിയാം, പ്ലേ ഹൗസ് ഉണ്ടായിരുന്നു. ഈ പ്ലേ ഹൗസിൻ്റെ ഒരു പടം ജവാനോ പള്ളിമലയായിരുന്നു. നല്ല സിനിമയൊന്നും അല്ലെങ്കിൽ പോലും അത് ഫ്ലോപ്പാണ്. പ്രാഞ്ചേട്ടൻ എനിക്കൊന്നും പ്ലേ ഹൗസ് പ്രൊഡ്യൂസ് ചെയ്ത പടം ഗംഭീര സിനിമയാണെങ്കിൽ അത് രഞ്ജിത്ത് പോലും പറഞ്ഞു ആ പടം ഫ്ലോപ്പാണ്, തിയേറ്ററിക്കൽ ഫ്ലോപ്പാന്ന് പറഞ്ഞു. അതിനുള്ള കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് തൃശ്ശൂർ പോലും 200 ദിവസം ഓടിയ സിനിമയാണ്. ഇക്കാലത്ത് 200 ദിവസം ഒരു സിനിമ ഓടത്തില്ല. 200 ദിവസം തൃശ്ശൂർ ഓടിയ സിനിമയാണ് പ്രാഞ്ചേട്ടൻ ആൻഡ് ദി സെയിൻറ്റ്. പോസ്റ്റ് അടിച്ചത് അവിടുത്തെ തൃശ്ശൂരെ ഫാൻസുകാരാണ്. അത്രയ്ക്ക് ഗതികേട് മമ്മൂട്ടി ഫാൻസിനല്ലാതെ വേറൊരാൾക്ക് വരത്തില്ലെന്നുള്ള ഉറപ്പാണ്. മോഹൻലാൽ 10ാമത്തെ ദിവസം 100ാമത്തെ ദിവസത്തിൻ്റെ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചിരിക്കും, അല്ലെങ്കിൽ റെഡിയാക്കി വെച്ചിരിക്കും. അത് പൊട്ടിയാലും ഇല്ലെങ്കിലും വിജയിച്ചാലും ഇല്ലെങ്കിലും റെഡിയാക്കി വെച്ചിരിക്കും. മാർക്കറ്റിൽ മോഹൻലാൽ പുലിയാണ്. നമ്മൾ പറഞ്ഞില്ലേ, പടം ഇഷ്ടം പോലെ പൊട്ടിയാലും വിജയിച്ചാലും, പൊട്ടിയാലും അടുത്ത പടം ഇപ്പം മലൈക്കോട്ടെ വാലിബനും മമ്മൂട്ടി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കത് ആരെയും ഉപദേശിക്കാനൊന്നുമല്ല, നല്ലൊരു പ്രേക്ഷകനുള്ളിൽ നമുക്കും പറയാമല്ലോ. മലൈക്കോട്ടെ വാലിബനും അല്ലെങ്കിൽ ബറോസും 8 നില പൊട്ടി, എന്നാലും ആർഭാടത്തിനൊന്നും യാതൊരു ഉറവില്ലായിരുന്നു, മാർക്കറ്റിങ്ങിനൊന്നും. എന്നിട്ട് എമ്പുരാൻ്റെ ട്രെയിലറിൽ അല്ലെ ടീസർ ലോഞ്ചിന് മമ്മൂട്ടിയെ ഉൾപ്പെടെ കൊണ്ടുവന്ന ഒരു അടിപൊളിയായിട്ട് ചെയ്തു. അതാണ് മാർക്കറ്റിംഗ്. അത് ചിലയിടത്ത് കാര്യങ്ങൾ മമ്മൂട്ടി മോഹൻലാലിനെ കണ്ട് പഠിക്കണമെന്നില്ല, അദ്ദേഹത്തിനൊക്കെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷേ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലുള്ള പരാജയം ഭയങ്കര ശോകമാണ്. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രൊഡക്ഷൻ ഹൗസിന് പടം കിട്ടാതെയും മമ്മൂട്ടിയുടെ ആരാധകർക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന രീതികളിലേക്ക് മാറാനുമുള്ള ചാൻസ് വളരെയധികം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എന്തുകൊണ്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഫാൻ ബോയ് മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഗംഭീര നടന്മാരാണ്, ഇവരുടെ കളക്ഷൻ വൈസ് എന്ന് പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നതൊക്കെ ചോദിക്കുക. ഞാൻ പറയുന്നത് മമ്മൂട്ടി ഫാൻസുകാർ വേണ്ട, ആർക്കും ഫാൻസ് വേണ്ട. ഒരു നടനും ഫാൻസ് വരണമെന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ടൊരു നടനെ ഓപ്പണായിട്ടൊന്നും പറയാം ഞാൻ ഫാൻസ് പിരിച്ചു വിട്ടേക്കുന്നു, മമ്മൂട്ടി ഫാൻസ് പിരിച്ചു അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് പിരിച്ചു, ഒരു നടനും പറയത്തില്ല. കാരണം അവരുടെ ഇനീഷ്യൽ കളക്ഷൻ, അവരെ മാർക്കറ്റിംഗ് ഒക്കെ ഒരു 90%, എനിക്കൊന്ന് മമ്മൂട്ടിയുടെ പടങ്ങൾ 99.9% അല്ല 100% മാർക്കറ്റ് ചെയ്യുന്ന മമ്മൂട്ടിയുടെ ഫാൻസുകാരാണ്. ഈ മമ്മൂട്ടി കണ്ടുപിടിക്കുന്ന ഇപ്പം ഇറങ്ങുന്ന ബസൂക്ക പോലും ഇത്രയും എനിക്കൊന്ന് സിനിമയിൽ ഭയങ്കരം, ആ സിനിമ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നൊരു സിനിമയാണ്. എന്നിട്ട് പോലും അവരുടെ ടീം മാക്സിമം എന്തൊക്കെ രീതിയിൽ അത് ലൈവാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇനീഷ്യൽ കളക്ഷൻ മുതൽ നല്ലൊരു കളക്ഷൻ കിട്ടിയേക്കും. നല്ല സിനിമയാണെങ്കിൽ അത് ഗംഭീര ഒരു കളക്ഷൻ കിട്ടിയേക്കാൻ ചാൻസ് ഉള്ള സിനിമയാണ്. അതുപോലും മമ്മൂട്ടി കമ്പനിക്കില്ല. ഇനി പുത്തനായിട്ട് വരാൻ പോകുന്ന പടത്തിൻ്റെ ഒന്നും യാതൊരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് മമ്മൂട്ടി കമ്പനി നല്ല സിനിമകൾ എടുക്കുന്നത് മാത്രം പോരാ, അവരതിനെ മാർക്കറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൂടെ സേഫായിട്ട് നോക്കിയാലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ.
ഈ പറഞ്ഞ പോലെ ബാക്കി ഒരുപാട് നിർമ്മാതാക്കൾ മമ്മൂട്ടിയെ കാത്തിരിപ്പുണ്ട്. കാരണം ഒരുപാട് നല്ല ചിത്രങ്ങൾ 2020 മുതൽ ഇഷ്ടംപോലെ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്യുമ്പം അതിനെ ഹിറ്റിൽ നിന്ന് സൂപ്പർ ഹിറ്റിലേക്കോ മെഗാ ഹിറ്റിലോട്ടോ എത്താൻ, അല്ലെങ്കിൽ 30 കോടി കിട്ടേണ്ടടുത്ത് 50 കോടി, 50 കോടിയിൽ നിന്ന് 100 കോടിയിലും എത്താൻ മമ്മൂട്ടിക്ക് കഴിയാത്തതിൻ്റെ കാരണം 100% മമ്മൂട്ടിയുടെ കഴിവുകേട് തന്നെയാണ്, മമ്മൂട്ടി കമ്പനിയുടെ കഴിവുകേട് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം അതിനോടൊപ്പം ഒരു കാര്യം ചേർത്തോട്ടെ, ദൃശ്യം സിനിമ ആദ്യം മമ്മൂട്ടിയുടെ എന്ന് പറഞ്ഞ കഥയാണ് പറഞ്ഞത്. കറക്റ്റാണ്, ജിത്തു ജോസഫ് തന്നെ പറഞ്ഞതാണ്. ആ ദൃശ്യം സിനിമ മമ്മൂട്ടി ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആദ്യത്തെ 50 കോടി ചിത്രമായി ദൃശ്യം ഒരിക്കലും വരത്തില്ല. മമ്മൂട്ടി ഫാൻസുകാർക്കും അറിയാം, മോഹൻലാൽ ഫാൻസുകാർക്കും അറിയാം, കൂടി ഒരു 20 കോടിയോ 15 കോടിയോ കിട്ടും. കാരണം അത് മമ്മൂട്ടി മാർക്കറ്റ് ചെയ്യുന്ന രീതി അതുകൊണ്ടായതുകൊണ്ടാണ്. മോഹൻലാലിൻ്റെ ആശീർവാദ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് അത് 50 കോടി എത്തിയത്. ഇതിനകത്ത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഗംഭീര ചിത്രങ്ങൾ കിട്ടിയാൽ അത് 100, ഇപ്പോൾ ടോവിനോയും ഉണ്ണി മുകുന്ദനും 100 കോടി അടിക്കുമ്പം 100 കോടി അടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ശരിക്കും കിടന്ന് വർക്ക് ചെയ്യുന്ന ഫാൻസുകാർക്കുണ്ടാകുന്ന വിഷമം ഒരുപക്ഷെ മമ്മൂട്ടി എന്ന മഹാനടന് മനസ്സിലാകാതിരിക്കുന്നത് പോലെ തോന്നുന്നതായിരിക്കും. അല്ലെങ്കിൽ എനിക്കിതൊന്നും വേണ്ട എങ്കിൽ അത് മോശമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അന്നേരം അദ്ദേഹത്തിനെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നു, അത്രയും സ്നേഹത്തോടെ തന്നെ ഇതാക്കുന്നു. ഇനിയുള്ള സിനിമകൾക്ക് ഇങ്ങനെയുള്ള ഇട വരാതിരിക്കട്ടെ, ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് പാളാതിരിക്കട്ടെ. നല്ല മാർക്കറ്റിങ്ങുകളുണ്ടെങ്കിൽ പീക്ക് ലെവലിലെത്താം. എപ്പോഴും നല്ല സിനിമകൾ കിട്ടണമെന്നില്ല, അദ്ദേഹത്തിന് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. മോശം സമയം വന്നാൽ പിന്നെ ഭയങ്കര മോശം സമയമാണ്. നല്ല സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സും അതൊക്കെ അദ്ദേഹം നന്നായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാളാണ്. അതോടൊപ്പം മാർക്കറ്റിങ്ങിൽ ഗംഭീരമായി പൊളിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യണമെന്ന് കരുതി, കാരണം അത്രയ്ക്കും മോശം മാർക്കറ്റിങ്ങിലേക്ക് നീങ്ങുന്നതുകൊണ്ടാണ്. ഇത് ഒരുപക്ഷെ പുത്തനായിട്ട് വരുന്ന ഡയറക്ടേഴ്സിന് പോലും സ്വന്തം പടം ഓടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, ഇപ്പം അത് ഭയങ്കരമായിട്ട് എല്ലാവരെയും ആരാധകരോടൊപ്പം അതിനകത്ത് പ്രവർത്തിക്കുന്ന ക്രൂവിനും എല്ലാം വിഷമം ഉണ്ടായിരിക്കും. അവർ പുറത്ത് പറയുന്നില്ലായിരിക്കാം. അന്നേരം അതെല്ലാം ഒരു മാറ്റം വരുത്തട്ടെ എന്ന് നമുക്ക് മമ്മൂട്ടി എന്ന നടനോട് അപേക്ഷിക്കാം. അദ്ദേഹം അത് ചെയ്താൽ അദ്ദേഹത്തിനും കൊള്ളാം. ജനങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ ആരാധകർക്ക് ഇതൊക്കെ അങ്ങനെ ചിലപ്പോൾ മാറും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് ഒരുപാട് ഉതകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.